ഷെരീഫ് വിചാരിക്കുന്നുണ്ടാകും ഈ റംസാൻ മാസത്തിൽ ഈ മാസം എന്തുകൊണ്ടാണ് ഈ പടം കൊണ്ടുവന്നത്. ബട്ട് ഒരുപാട് നല്ല പാട്ടുകളുള്ള ഒരു ചിത്രമായതുകൊണ്ടാണ് ഷെരീഫിന് ഈ പടം ഞങ്ങൾ സെലക്ട് ചെയ്തു. നന്നായി, ഇതിലെല്ലാ പാട്ടുകളും അറിയാം. എളുപ്പം പറയാൻ സാധിക്കുമല്ലോ. നിങ്ങളുടെ ഇതിനകത്ത് മതപ്രകാരം സക്കാത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം അല്ലേ? അതെ അതെ, നമ്മൾ സക്കാത്ത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രീതി ഉണ്ടോ? പിന്നെ തീർച്ചയായും അതെല്ലാവരും ചെയ്യും. കാരണം നമ്മൾ ഈ വ്രതമാസത്തിലല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻകം ഇത്ര ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2%, 2.5% കൊടുക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് പ്രതീക്ഷിക്കും. അതും അങ്ങനെ ആവശ്യമുള്ളവരാ. അഭിമാനത്തിൽ പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. അഭിമാനം ചോദിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ടാവും കാശില്ലാതെ. അപ്പം അവരെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കടമയുണ്ട്, അത് കൊടുക്കും നമ്മൾ എന്തായാലും. ഞാൻ ഈയിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരാളിനെ കാണാൻ പോയിരുന്നു, അവിടെ കിടക്കുന്ന ഒരാൾ. അപ്പം ഞാൻ അവിടെ ചെന്നു എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ MD എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ ആസ്റ്റർ മെഡിസിറ്റി 10-12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനിത് ആലോചിച്ചു. കാരണം അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാനും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ആ ആഡ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരുപാട് കുട്ടികൾക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അവർക്ക് ഫ്രീ ആയിട്ടൊരു ശസ്ത്രക്രിയ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം അത് മിക്കവാറും ചിലപ്പോൾ 3, 4, 5 ലക്ഷമൊക്കെ ആവും. അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയൊരു മനസ്സാണ്. അപ്പൊ എൻ്റെ ഒരു ചെറിയ മനസ്സൂടെ അതിൻ്റെ കൂടെ അപ്പൊ എന്തായാലും ഈ സക്കാത്ത് എന്ന് പറഞ്ഞപ്പം നമ്മളൊരു ദാനമാണല്ലോ. അപ്പം ഒരു പാട്ട് ദാനത്തിനെ കുറിച്ച് വേണമെന്നില്ല, വേറൊരു പാട്ട് മാറ്റും. ദറജപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ, ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. സംഗതികളുടെ ഒരു അഭിഷേകം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ പാടുക ലൈവില്. ബ്യൂട്ടിഫുൾ. ബട്ട് എനിക്കൊരു കാര്യം തുറന്നു പറയാനുള്ളത്, ഷെരീഫിനെ പോലെ ഇത്രയും പെർഫെക്ഷൻ പാടുന്നതിനകത്ത് ഞാൻ അധികം ഗായകരിൽ കണ്ടിട്ടില്ല. താങ്ക് യു. വിരലിലെണ്ണാവുന്ന ഗായകരാണ് ഇങ്ങനെ കറക്റ്റായിട്ട്, അതായത് ഓൺ ദ സ്പോട്ടിൽ, റെക്കോർഡിങ്ങിലല്ല ഞാൻ പറയുന്നത്, നേരിട്ട് പാടുമ്പോഴത്തേക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതായത് പിച്ചിങ് പെർഫെക്റ്റ് ആണ്, സംഗതി പെർഫെക്റ്റ് ആണ്, അക്ഷരസ്ഫുടത കറക്റ്റാണ്. ഞാനത് പറയേണ്ട കാര്യമില്ല, എങ്കിലും എൻ്റെ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ശ്രീയേട്ടൻ പറയുമ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് തുറന്നു പറയാം, ഹി ഈസ് ദ ബെസ്റ്റ്. താങ്ക് യു. പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സിനിമയിലൊക്കെ പാടിയല്ലോ. കുറച്ച്, ഒരുപാടൊന്നും പറയരുത്. ആദ്യമായിട്ട് പാടിയ ചിത്രം ഏതാണ്? ഗോഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു പാഠം ഉണ്ടായിരുന്നു. ഗോഡ് ഫോർ സെയിൽ. ഓ, അതായത് വിൽപ്പനയ്ക്ക് ദൈവം. ദൈവം വിൽപ്പനയ്ക്ക്. ആരാണ് മ്യൂസിക്? അഫ്സൽ യൂസുഫാണ് മ്യൂസിക് എഴുതിയിരിക്കുന്നത്. വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു 4 വരി അത് ഞാൻ ജയമാഷും കൂടി ഉണ്ടായിരുന്നു, സംഗീതരത്നം ജയമാഷ്, നമ്മുടെ മനോജ് കെ ജയൻ. അതെ അതെ, ഒരു അയ്യപ്പ ഭക്തിയാനായിരുന്നു. ഓ, ആദ്യമായിട്ട് പാടിയത് അയ്യപ്പൻ ഭക്തിയാനും. ഓക്കെ ഓക്കെ ഓക്കെ. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീ എന്നയ്യനയ്യപ്പൻ, പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുഹൃതമേ സ്വാമി, സ്വാമി നീലക്ക
കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീ എന്നയ്യനയ്യപ്പൻ. ബ്യൂട്ടിഫുൾ സോങ് കേട്ടോ, അസല് പാട്ടാണ്. ഇത് പാടാറുണ്ടോ സ്റ്റേജിൽ? ഞാൻ അന്ന് 1-2 വേദികളിൽ എന്നെ ഒരു പിന്നെ അമ്പലത്തിലെ ഒരു ഫംഗ്ഷൻസിനൊക്കെ എന്നെ പാടിച്ചിരുന്നത് കൊണ്ടുപോയിട്ട്. അങ്ങനെ ഒരു നന്നായിരിക്കുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാറ്റാം. ഷെരീഫ് ഇപ്പൊ എത്ര ആൽബത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്? മ്യൂസിക് ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. കുറച്ച് മാപ്പിളപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഈ ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ എന്നാണ് ഈ കല്യാണം നടന്നത്? ഏത് വർഷം? കല്യാണം 2004 കുറച്ച് ലേറ്റാണ്. എന്താണ് അത്രയും ലേറ്റ് ആയത്? ഒന്നുമില്ല, കുടുംബം ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞ. വീട്ടിലാരൊക്കെയാണ്? വീട്ടില് ഇപ്പൊ ഉമ്മയില്ല, അന്ന് ഉമ്മയും ചേട്ടനും അനുജത്തിയായിരുന്നു. അപ്പോൾ തറവാടൊക്കെ വിറ്റപ്പം ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഒന്ന് വീട് വെച്ച് എല്ലാം റെഡിയായിട്ട് കല്യാണം കഴിക്കാമെന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? ഞാൻ 32 വയസ്സായി. 32 റിലേറ്റ് അല്ല. നമ്മൾ അവിടെയൊക്കെ 25 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതെ. അപ്പോൾ ആരെയാണ് കണ്ടുപിടിച്ചത്? അത് തമാശയാണ്, അത് കണ്ടുപിടിച്ചത് ഭയങ്കര തമാശയായിരുന്നു. പാട്ടുകാർക്ക് പെണ്ണ് കിട്ടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അക്കാലത്ത്. നമ്മുടെ ആ സമയത്ത് ആലോചന വരുമ്പോഴത്തേക്ക് ആദ്യം ചോദിക്കുന്ന എന്താണ് ജോലി, അതാണ്. അപ്പോ പാട്ടൊക്കെ പാടും, അങ്ങനെ ഗാനമേളയ്ക്കാക്കും പോയി. അതാണ്, ഒന്നീ ഡോക്ടർ അല്ല എഞ്ചിനീയർ, അല്ലെങ്കിൽ മിനിമം ഒരു ഗുമസ്തനെങ്കിലും ആയിരിക്കണം, ക്ലാർക്കെങ്കിലും ആയിരിക്കണം, ഇല്ലെങ്കിൽ നഹി. അതന്നെ എനിക്കും ഉണ്ടായത്. എന്നിട്ട് അപ്പോൾ ആദ്യമൊന്നും അങ്ങനെ ആലോചന ഒന്നും വന്നിട്ടില്ല. വീട് വെച്ചതിന് ശേഷം ആർക്കൊക്കെ മനസ്സിലായി ഇയാൾ അത്യാവശ്യം സമ്പാദിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ആൾ വന്നു, ഒരു കുടുംബം, ഒരു കാർന്നൂർ വന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവിടെ പോയി പറഞ്ഞത്, ആള് കൊള്ളാം, റേഡിയോയിൽ പാടുന്ന ആളാണ്. റേഡിയോയിൽ പാടുന്ന അന്ന് എൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്, മാപ്പിളപ്പാട്ടിൽ തന്നെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ റേഡിയോ പാടുന്ന ആളെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉമ്മയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു കതർ ജുബയും ഒരു തോൾ സഞ്ചിയൊക്കെ ആയി, ഒരു താടിയെല്ലാം വെച്ചിട്ടിങ്ങനെ നടക്കുന്ന ആളായിരിക്കും. പിന്നീട് അവർക്ക് കുറെ പാട്ടുകൾ എൻ്റെ കേട്ടു. പിന്നീടാ മനസ്സിലായത് അയാള് ഇങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം നടന്നു. അങ്ങനെ ഇത് മനസ്സിലാവുന്നത് ഭാര്യ പറഞ്ഞു. എൻ്റെ ഒരു അന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു. ആ പാട്ട് ഹിറ്റായി, ഇങ്ങനെ വീഡിയോ ആൽബം വരുന്ന കാലത്തായിരുന്നു. അപ്പോൾ ആ പാട്ട് ഹിറ്റായിട്ട് ടി വിയിലൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൽ പേര് കണ്ണൂർ ഷെരീഫിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭാര്യ കണ്ടു, ഇത് നിങ്ങൾ പാടിയാണല്ലേ, അത്ഭുതത്തോടെ. ഞാൻ പറയാം എന്താ, അല്ല നമ്മുടെ കാർന്നൂർ പറഞ്ഞത് റേഡിയോയിൽ പാടുന്ന ആളെന്നാണ്. ചുരുക്കി പറഞ്ഞ തമാശയായിരുന്നു. എന്താണ് വൈഫിന്റെ പേര്? ഫാസില. ഞാൻ അങ്ങനെ ഒരു പാട്ടും പാടുന്നുണ്ട്, ഭയങ്കര. ഞാൻ കളിയാക്കി കൊണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടാ. ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് പാടും. ശ്രീയേട്ടൻ പാടി. എത്ര കുട്ടികളാണ്? 2 പേര്. മൂത്തയാള് +2, രണ്ടാമത്തെ ആള് 9th.